ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാം. അവരുടെ ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ ഗൈഡൻസ് എന്തെങ്കിലും ഉണ്ടോ അതൊന്നും നോക്കാവേ. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ കഴിയുന്നത് മെസ്സേജ് അയച്ച് തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ എത്ര പേരാണ് ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്. വിളിക്കരുതെന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. നമ്മൾ പല കാര്യങ്ങളിലും പല ജോലി തിരക്കിലുമായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഓട്ടം റിലീസ് ദ ഓൾഡ് ആൻഡ് റെസ്റ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ യു ആർ നോട്ട് അലോൺ വന്നിട്ടുണ്ട്. ഹാർമോണിയസ് റെസൊല്യൂഷൻ ഈസ് പോസിബിൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ഫയർ ഗാർഡിയനാണ്. ഇഗ്നൈറ്റ് യുവർ പാഷൻസ് എന്നാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കുള്ളിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിലുള്ള ചില കാര്യങ്ങളിൽ ആവേശം ഉണ്ടായിരിക്കും നിങ്ങൾക്കുള്ളിൽ, അല്ലെ? അതിനെ വീണ്ടും ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ്. അതിനെ വീണ്ടും ആവേശത്തോടു കൂടി വരുന്ന ചില കാര്യങ്ങളെ വീണ്ടും കുറച്ചുകൂടി ആവേശം കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ആവേശം കൊടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു സക്സസ് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങൾക്കും നമുക്ക് ഇപ്പോൾ എന്താണ് വേണ്ടത്? ബുദ്ധി വേണം, അല്ലെ? അത് ചെയ്യാനുള്ള ആവേശം കൂടി ഉണ്ടായിരിക്കണം. എനിക്കത് നേടണം എന്നുള്ള അമിതമായ ഒരു ആവേശം ആർക്കുണ്ടോ അതാണ് നമ്മളെ ആ സക്സസിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെ? അപ്പോൾ അതിന് മടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളും സാധ്യമാവുകയില്ല. അലസത അതും പാടില്ല. പിന്നെ അമിതമായ ആവേശം എന്ന് പറയുമ്പോൾ എന്താണ്? ആവേശം ഉണ്ട്, പക്ഷെ അതിനെ കുറച്ചുകൂടി ഒന്ന് ജലിപ്പിച്ചു കൊണ്ടുവരൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ ഗാർഡിയന്റെ ഒരു, അതായത് ആൻസിസ്റ്റേഴ്സിന്റെ, നമ്മുടെ ഗാർഡിയൻസിന്റെ ഒക്കെ നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളിലും മുന്നോട്ടിറങ്ങി പുറപ്പെടേണ്ടതായിട്ടുണ്ട്, മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ആൻസിസ്റ്റേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ചില വ്യക്തികളാവാം നമ്മളൊക്കെയും, അല്ലെ? അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളുടെ സന്തോഷം കണ്ട് എല്ലായ്പ്പോഴും അവർ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ നമ്മളിതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മുത്തച്ഛൻ, മുത്തശ്ശി, അല്ലെങ്കിൽ എൻ്റെ ആര് ഒക്കെയുണ്ട് അവർക്കെല്ലാം എന്താണ്? മാപ്പ് കൊടുക്കണമേ, അവർക്കൊരു മോക്ഷപ്രാപ്തി കൊടുക്കണമേ എന്നാണ് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തോട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അവരോട് നേരിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ എന്തെങ്കിലും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ എന്നോട് പുറത്ത് ക്ഷമിക്കണമേ എന്ന് അവരോടും എപ്പോഴും ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിന് ഒരു അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ വേണം മുന്നോട്ട് വരാൻ. അപ്പോൾ അവർക്കൊരു തോന്നൽ വരും നമ്മൾ അവരെ മറന്നിട്ടില്ല എന്ന്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓട്ടമാണ് ആദ്യം വന്നിരിക്കുന്നത്. റിലീസ് ദ ഓൾഡ് ആൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ പഴയതിനെയും അതുപോലെ തന്നെ പല കാര്യങ്ങളെയും എന്താണ് ഉപേക്ഷിക്കൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ വിട്ടുകളയാം. പഴയ ചില കാര്യങ്ങൾ ഉണ്ടല്ലോ, അപ്പം അതിനെയൊക്കെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള എനർജി തങ്ങി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാം. എന്നിട്ട് മനസ്സിനൊരു റെസ്റ്റ് കൊടുക്കുക എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഇടതേർന്നിങ്ങനെ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ശ്വാസം മുട്ടി ഇരിക്കേണ്ടി വരുന്ന ചില അവസരങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ടാണ്? ആ നെഗറ്റീവ് എല്ലാം കൂടെ അടിഞ്ഞുകൂടി ഇരിക്കുകയാണ്. അവിടെ നിന്ന് ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ മനസ്സിനൊരു റെസ്റ്റ് കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും മനസ്സിന് തീർച്ചയായിട്ടും റെസ്റ്റ് കൊടുക്കണം. അല്ലാതെ ചിന്തകളെ കൊണ്ട് ഇങ്ങനെ നിറച്ചു വയ്ക്കാൻ പാടില്ല. എപ്പോഴും ഇങ്ങനെ ഇമോഷൻസിനെ കൊണ്ട് ഇങ്ങനെ കഴിയാൻ പാടില്ല.
മനസ്സിലായോ? അപ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ക്ഷീണം, ഒരു തളർച്ച, ഒരു എനർജി ഡൗൺ ആക്കുന്ന ഒരു പ്രോസസ്സാണ് അത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയുന്നത് യു ആർ നോട്ട് എലോൺ. നിങ്ങൾ എന്താണ്? നിങ്ങൾ എലോൺ അല്ല, നിങ്ങൾ ഒരു ഒറ്റയാനല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം എന്താണ്? അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്കൊപ്പം അനുഗ്രഹങ്ങളുണ്ട്, നിങ്ങൾ നല്ല കഴിവുള്ളവരാണ്, നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ് ആണ് ആള്. മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്ന ആൾക്കാരാവണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഗാർഡിയൻ ഏഞ്ചൽസ് നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കരഞ്ഞു തളർന്നിരിക്കേണ്ടി വരുന്നത്? അല്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കഷ്ടതകളൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ പറയുന്ന എല്ലാവരുടെ അനുഗ്രഹം നമുക്കുണ്ട്, പക്ഷെ നമ്മൾ എന്തിനിത് അനുഭവിക്കണം അല്ലേ? ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകും. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നു, പിന്നെ എന്തിന്? പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ അനുഭവിച്ച് തീർത്തു തന്നെ പോകണം. നമ്മൾ തന്നെ അനുഭവിക്കണം, അല്ലാതെ മറ്റൊരാൾ നമുക്ക് വേണ്ടി അനുഭവിക്കാൻ വരില്ല. നമ്മളുടേതായ കാര്യങ്ങൾ നമ്മളാണ് ഉത്തരവാദിയായിട്ടുള്ളത് കാര്യങ്ങൾക്ക്. മനസ്സിലായോ? നമ്മളാണ് തെറ്റുകൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിന്റെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ചേ തീരൂ. അപ്പൊ അത് നമ്മളിലേക്ക് ആ സമയമാകുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. ചില സമയമാകുമ്പോൾ അത് ഒഴിഞ്ഞു തീരുകയും ചെയ്യും. അപ്പോഴാണ് നമുക്ക് എല്ലാത്തിൽ നിന്നും ഒന്ന് റിലീസാവാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമാണ്, നിങ്ങളുടെ കഴിവുകൾ മറ്റാർക്കുമില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയണം, സെൽഫ് ലവ് ചെയ്യണം. എല്ലാവരും അത്യാവശ്യ കാര്യമാണത്. എന്താണ്? കണ്ണാടിയിൽ നോക്കി നിങ്ങൾക്കൊന്ന് പറയാവുന്നതാണ്. എന്താണ്? നമ്മുടെ പേര് വിളിച്ചിട്ട് ഹായ്, എത്ര സുന്ദരിയായിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര സുന്ദരനായിരിക്കുന്നു, എന്ത് കഴിവുകളൊക്കെയാണ് നിങ്ങൾക്കുള്ളത്, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ടല്ലോ എന്ന് അതിനെ നോക്കി നിങ്ങൾക്ക് അത് മറ്റൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ മുഖച്ഛായ കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിരൂപം കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ പേരെടുത്ത് വിളിച്ച് ആ ഒരു പ്രതിരൂപത്തോട് നിങ്ങൾക്ക് സംസാരിക്കാം. എത്രമാത്രം സ്മാർട്ടാണ്, ഇത്ര ബ്രില്യൻ്റ് ആണ്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. മനസ്സിലായോ? അങ്ങോട്ട് പേരെടുത്ത് വിളിച്ച് പറയേണ്ടാണ്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു, നിങ്ങളുടെ കഴിവുകൾ ഒരുപാട് വലിയ ഉയരത്തിലേക്കുള്ള കഴിവുകളാണ്, അതുപോലെ തന്നെ ഒരുപാട് സ്മാർട്ടാണ്, ബ്രില്യൻ്റ് ആണ്, അല്ലെങ്കിൽ സൗന്ദര്യമുള്ളതാണ്. ഇതെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് സ്വയം ഐ ലവ് യു ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതൊക്കെ കൊണ്ട് പറയുന്നതോടുകൂടി എന്താണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും. മനസ്സിലായി? കുറച്ച് ദിവസം നിങ്ങൾ ഇതൊക്കെ അടുപ്പിച്ചൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ചില സമയത്ത് നമുക്കൊരു കഴിവില്ല, നമ്മൾ വളരെ വീക്കാണ് എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. ഇവിടെ യു ആർ നോട്ട് അലോൺ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്ക് ആരുമില്ല എന്നൊക്കെയുള്ള തോന്നലുണ്ടാകും. തീർച്ചയായിട്ടും നമ്മളെ ഒറ്റയ്ക്കാക്കുന്നത് തന്നെ എന്തിനാണ്? ഡിവൈനുമായിട്ടൊന്ന് കണക്ട് ആവാൻ വേണ്ടിയാണ്. ആ ഒരു കൂട്ട് നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. നമ്മൾ ഭൗതികപരമായ ചിന്തകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞ് മാറി നമ്മൾ ഒറ്റയ്ക്കിരിക്കുക. അപ്പോൾ മാത്രമാണ് നമ്മളോട് കൂട്ടുകൂടാൻ നമുക്ക് ഡിവൈൻ എനർജി ഉണ്ടാവുന്നത്. അതല്ല, നമ്മൾ ഒരുപാട് പേര് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. കൂട്ടുകൂടി എല്ലാവരോടും കൂടെ ചേർന്ന് പോയി കഴിഞ്ഞാൽ എന്താണ്? മറ്റു പല രീതിയിലുള്ള സംസാരമാകും. തീർച്ചയായിട്ടും ഡിവൈനിലോട്ടുള്ള കണക്ഷൻ അവിടെ വിച്ഛേദിക്കപ്പെടും. മനസ്സിലായി? സംസാരം കൂടുതലാകും. കൂട്ടുകൂടി വന്നവരെ ചിലപ്പോൾ കാണാനില്ലയോ, അയ്യോ അവരെന്തേ ഇവരെന്തേ എന്നൊക്കെയുള്ള ശ്രദ്ധ കൂടുതലായിട്ടും നമുക്ക് പോകും. ഇതല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിലോ നമുക്ക് ദൈവികമായ ചിന്ത നമ്മളിലേക്ക് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. കൂട്ടുകൂടി പോകുന്നത് എന്തിനാണ്? രസിക്കാനാണ് പോകുന്നത്, അല്ലെ? സന്തോഷിക്കാനാണ് പോകുന്നത്. അത് കാര്യം ശരിയാണ്. പക്ഷെ നമുക്ക് ഡിവൈനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. അവിടെ ഇരുന്ന് ആ പരിസരത്തിരുന്ന് കുറച്ച് ശുദ്ധവായു ശ്വസിക്കുക, കുറച്ച് ദൈവികമായ എനർജിയിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ല സമാധാനവും ശാന്തിയും ലഭിക്കുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? അപ്പോൾ അതാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞത്. മനസ്സിലായി? നിങ്ങളോടൊപ്പം ആൻസിസ്റ്റേഴ്സും നിങ്ങളുടെ ഗാർഡിയനും അതുപോലെ തന്നെ ദൈവവും ഒക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കൂട്ടിനുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ
ഇവിടെ ഹാർമോണിയസ് റെസൊല്യൂഷൻ ഈസ് പോസിബിൾ. കണ്ടില്ലേ, ഈ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു റെസൊല്യൂഷൻ, മറ്റുള്ളവരുമായിട്ട് ഐക്യം ചേരാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുമായിട്ടുള്ള ഒരു ഐക്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അതിനുള്ള ഒരു സമയം ഇന്ന് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ആരെയോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് വ്യക്തിയാണോ അത് നിങ്ങളിലേക്ക് ഒരു ഐക്യത്തിനായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഏത് സാഹചര്യവുമാകാം, ഏതൊരു വ്യക്തിയും ആകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്കൊരു ഐക്യത്തിനുള്ള സമയമായിരിക്കുന്നു, മുന്നോട്ട് പോകാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളത് എന്താ? ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഐക്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അത് പോസിബിൾ ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. നിങ്ങൾ നല്ലതുപോലെ ഇൻഡ്യൂഷനുള്ള വ്യക്തികളാണ്. മനസ്സിലായി? നിങ്ങൾ നല്ലതുപോലെ ദൈവികമായ എനർജിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നല്ലതുപോലെ ഐശ്വര്യം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എന്താണ് നല്ലത്, എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ്, എന്താണ് എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ നല്ലതുപോലെ കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ അധികകാലം തങ്ങിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ എനർജി നിങ്ങൾ നേടിയെടുത്തിരിക്കുന്നു, അതിനി വിട്ടുകളയാൻ പാടില്ല. മനസ്സിലായി? ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് സ്പിരിച്വൽ പാത്തിലേക്കുള്ള ഒരു വഴിയാണിത്. അതിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്, കടന്നിട്ടുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് ഇൻഡ്യൂഷനുള്ള ആൾക്കാരായി തീർന്നിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളിൽ അവബോധം ഉണ്ടാകുന്നു, തിരിച്ചറിവ്, അവയർനെസ് ഉണ്ടാകുന്നു. ഈ അവയർനെസ് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. മനസ്സിലായി? പല പരാജയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ചില ബോധം ഉണ്ടാകുന്നു, ചില അവയർനെസ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് നല്ല വ്യക്തികൾ ആരാണ്, മോശം വ്യക്തികൾ ആരാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നത്. ഇനി അഥവാ എന്തെങ്കിലും അബദ്ധത്തിൽ പോയോ, അബദ്ധത്തിൽ ചാടിയോ, അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും. കാരണം അത് നിങ്ങളുടെ ബുദ്ധി ഉണർത്തിയെടുത്ത് തരുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഉണരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, ആരുടെയും ഒരു സഹായവും ഇല്ലാതെ എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അത് തീർച്ചയായിട്ടും ഇവിടെ പറയുന്നുണ്ടല്ലോ, ഇവിടെ സന്തോഷം, സമാധാനം, സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക്. പഴയ കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുക. അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല, സെൽഫ് ലവ് ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. ആ ഒരു സ്നേഹം നിങ്ങളെ ഒരു പരിധി വരെയും നിങ്ങളെ നിയന്ത്രിച്ചു നിർത്തും പല കാര്യങ്ങളിൽ നിന്നും. ഇവിടെ നല്ലതുപോലെ സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ നല്ലതുപോലെ സന്തോഷം അനുഭവിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുന്നു. നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ് ആകാനും കഴിയുന്നു. അതീന്ദ്രിയ ജ്ഞാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തൊരു ജ്ഞാനമുണ്ടോ? ഒരു ധ്യാനം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ അതിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ആ ഒരു നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നു. ഇവിടെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? മാനസികമായ സന്തോഷം. മനസ്സിലായി? അത് ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് മാനസികമായ സന്തോഷം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 5 ഓഫ് വാൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ചുറ്റും പല പ്രശ്നങ്ങളും ഉണ്ട്, മാനസിക സംഘർഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന ചില അവസ്ഥകളിൽ. മനസ്സിലായി? മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ചില അവസ്ഥകളിൽ നിങ്ങൾക്ക് വെളിയിൽ ചാടണം എന്നുള്ള ഒരു തോന്നൽ വരും. ഉള്ളിലുള്ള ആ സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്നു. അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളെയും ഇവിടെ പ്രതിരോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം അത്തരത്തിലുള്ള എനർജി നിങ്ങളിൽ തോന്നിക്കും എന്നുള്ളതാണ്.
എന്താണ് ഈ ഒരു സമയം എനിക്ക് വേണ്ടത് എന്താണ്, എനിക്ക് മുന്നോട്ട് വരിക എന്നുള്ളതാണ് വേണ്ടത്. മുന്നോട്ട് വരിക, മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചില സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക, അതുമല്ല ഇനി എൻ്റെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എനിക്ക് കുറച്ചുകൂടി മുന്നോട്ട് വന്നേ പറ്റൂ, എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട വ്യക്തിയല്ല, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് കുറച്ചുകൂടി മണി ഏൺ ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് വരാവുന്നതാണ് എന്നാണ് നിങ്ങളുടെ ഏഞ്ചൽസ് ആൻഡ് ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. 7 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ പല കാര്യങ്ങളെയും ഇവിടെ പ്രതിരോധിക്കാനുള്ള ചില കഴിവുകളുണ്ട്. മുന്നോട്ട് വരികയാണ് ഇവിടെ. പലരെയും കബളിപ്പിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കും. ചില ആൾക്കാരുണ്ട് പലരെയും കബളിപ്പിച്ചുകൊണ്ട് ഞാൻ മിടുക്കനാണ് എന്നുള്ള ഒരു എനർജിയിലേക്ക് മുന്നോട്ട് വരും. പക്ഷെ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുമല്ലോ, അതൊരു ആത്മവഞ്ചനയല്ലേ കാണിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് ആത്മവഞ്ചനയാണ്. മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മവഞ്ചന ചെയ്യാതെ സ്വയം പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. ഇനി തനിയെ തോന്നുകയാണ് ഞാൻ ചില കാര്യങ്ങളിൽ ചില കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കള്ളം പ്രവർത്തിച്ചിട്ടുണ്ട്, അതുമല്ല എങ്കിൽ ചില നിന്ദ്യമായ ചില പ്രവർത്തികൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രവർത്തികൾ മുൻപൊക്കെ വളരെയധികം മോശമായിരുന്നു എന്നൊക്കെയുള്ള തോന്നലിലൂടെ സ്വയം ഒരു ഏറ്റുപറച്ചിൽ നടത്തിക്കൊണ്ട്, സ്വയം ഒരു കുറ്റബോധം നടത്തിക്കൊണ്ട്, മനസ്സിലായി, സ്വന്തം മനസ്സിനോട് തന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്, ഇനിയെങ്കിലും എനിക്ക് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് നല്ല വ്യക്തിയായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മുന്നോട്ട് വരാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, അവിടെ നിങ്ങൾക്കുള്ള ആ ഒരു ശിക്ഷ കുറഞ്ഞു കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റബോധം എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. വളരെ നല്ല വ്യക്തികൾക്ക് മാത്രമാണ് കുറ്റബോധം അനുഭവപ്പെടുന്നത് തന്നെ. ഇല്ല എങ്കിൽ അങ്ങനെ ഒരു കുറ്റബോധം അനുഭവപ്പെടുകയില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി കുറ്റബോധത്തിന് അർഹനാണോ? അല്ല. അപ്പൊ ഇവിടെ മനസ്സുകൊണ്ട് സ്വയം ഏറ്റുപറഞ്ഞ് മുന്നോട്ട് വരാവുന്നതാണ്. സ്വയം ഏറ്റുപറഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിജയിയായി മാറാം. അവിടെ ദൈവത്തിന് അത് ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം തന്നെയാണ്. മനസ്സിലായി. യൂണിവേഴ്സ് അങ്ങനെ ഒരുപാട് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം സ്വയം തെറ്റ് ചെയ്തിട്ട് അതിനെ ഏറ്റുപറഞ്ഞു പശ്ചാത്താപം അനുഭവിക്കുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരാം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എന്താണ് എന്ന് നോക്കാം. നമുക്കിവിടെ ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റിവലേഷൻ ആണ്, കണ്ടില്ലേ, പല കാര്യങ്ങളും പ്രതിഫലിച്ച് കിട്ടുന്നു. നിങ്ങളുടെ മനസ്സിന്റെ ശാന്തത, ഒത്തിരി കാര്യങ്ങളിൽ ഇവിടെ കുറ്റബോധം അനുഭവിക്കുന്ന നല്ലവരായി വരാൻ ശ്രമിക്കുന്നു. അതിലൊക്കെ എന്താണ്, മനസ്സിന്റെ ശാന്തത, അവിടെ പ്രതിഫലനമാണ് നടക്കുന്നത്. അങ്ങനെ പ്രതിഫലനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ശാന്തമായി. മനസ്സ് ശാന്തമാകുമ്പോഴാണല്ലോ അവിടെ ഏത് രൂപവും പ്രതിഫലിക്കുന്നത്. അങ്ങനെ ദൈവാനുഗ്രഹത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ബിഗിനിങ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിഗിനിങ്സ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഈ ഒരു സമയത്ത് പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇവിടെ വരുന്നുണ്ട്. കാരണം ഇത്രമാത്രമുള്ള ബ്ലെസ്സിങ്സ്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്രമാത്രമുള്ള ഗൈഡൻസും ഒക്കെ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്ന്. അങ്ങനെ പലർക്കും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. തീർച്ചയായിട്ടും ഓരോ വ്യക്തികൾക്കും സ്വയം മാറാനുള്ള ഒരു സമയം ഇവിടെ ആയിരിക്കുന്നു. സ്വയം മാറ്റം കൊണ്ടുവരണം. മറ്റുള്ളവർ പറയുകയാണ് മാറൂ, നിങ്ങളൊന്ന് മാറൂ, നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം കൊണ്ടുവരൂ, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു മാറ്റം കൊണ്ടുവരൂ എന്നൊക്കെ ആരൊക്കെ എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും ആരും അതിന് റെഡിയാവുകയില്ല.
പക്ഷെ സ്വയം തോന്നിയിട്ടൊരു മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് സക്സസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും സ്വയം മാറാൻ കഴിയണം എന്നുള്ളതാണ് പറയുന്നത്. ഡിവൈൻ സപ്പോർട്ട് അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ഡിവൈൻ സപ്പോർട്ട് ഉണ്ടാവും. ദൈവികമായ ആ ഒരു സപ്പോർട്ട്, പിന്തുണ ഉണ്ടാവുന്നു നിങ്ങൾക്ക്. മനസ്സിലായി? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി എനിക്ക് സ്വയം മാറണം എന്ന് കരുതിക്കൊണ്ട് പല കാര്യങ്ങളെയും ഉപേക്ഷിച്ച് പല ദുസ്വഭാവങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നുണ്ടാവാം, ചില നല്ല കാര്യങ്ങളെ കൊണ്ടുവരുന്നുണ്ടാകാം ജീവിതത്തിലേക്ക്. പ്രത്യേകിച്ചും പല കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുക്കുന്നു എന്ന് കാണുമ്പോൾ ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായി? എല്ലാം മടിപിടിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റില്ല. ആ ഒരു കാര്യത്തിലേക്ക് ആവേശത്തോടുകൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്, നിങ്ങൾക്കത് വേണം, നേടണം എന്ന് നിങ്ങൾ അതിനായിട്ട് എഫേർട്ട് എടുക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് എന്താണ്, ഡിവൈൻ സപ്പോർട്ട് കൂടി ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ അക്സെപ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ കഴിക്കാനുള്ള ഫുഡായിരിക്കാം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന എന്തൊരു ഗിഫ്റ്റാണോ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്, അതുപോലെ തന്നെ ഗൈഡൻസ് ഒക്കെ. അപ്പോൾ ഗിഫ്റ്റ്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.